Hi all, ദർശന അക്കാദമി റീനീറ്റ് എക്സ്റേ ഫിസിക്സ് ചാപ്റ്റർ വൈസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഈ റീനീറ്റിന് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ആ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരു ഹൊറിസോണ്ടൽ പൈപ്പിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ ഒരു ലിക്വിഡ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ രണ്ട് പോയിന്റുകൾ, രണ്ട് ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. പിയും ക്യൂ ആണ്. ഈ ക്രോസ് സെക്ഷനിലെ പോകുന്ന ആ ക്രോസ് സെക്ഷൻ്റെ ഏരിയ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ആണ് ഈ പൈപ്പിലൂടെ പോകുന്ന, അത് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. രണ്ട് പോയിന്റിലെയും പ്രഷർ ഡിഫറൻസുകൾ, അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻസ്, ഡെൻസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബെർണോളിസിൻ്റെ തിയറം നമുക്കൊന്ന് എഴുതാം. ചേഞ്ച് ഇൻ പ്രഷറിൻ്റെ ടേമിൽ തന്നെ എഴുതാം. ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ ബാലൻസ് വരുന്ന ടേമുകൾ എന്ന് പറയുന്നത് നമ്മുടെ പിയിലെ സെക്ഷനിലെ ആ വെലോസിറ്റിയും അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന സെക്ഷനിലെ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ ഡിഫറൻസിൻ്റെ ഇക്വേഷനായിട്ട് ബെർണോളിസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് എഴുതുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഡേറ്റകളൊക്കെ നമുക്ക് കൊടുക്കാം. ചേഞ്ച് ഇൻ പ്രഷർ 15 ആണ്. ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി നമുക്ക് 1000 എന്ന് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ വി ക്യു വി പി ഇത് രണ്ടും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ നമുക്ക് ഉപയോഗിക്കാം. രണ്ട് സെക്ഷനിലെയും ഏരിയ, വെലോസിറ്റി ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് A1 V1 ദാറ്റ് ഈസ് ഈക്വൽ ടു A2 V2 ആണ്. ഓക്കെ, നമുക്കതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സെക്ഷൻ വി പി ഡിവൈഡഡ് ബൈ വി ക്യു വെലോസിറ്റീസിൻ്റെ റിലേഷൻഷിപ്പ് എഴുതാം. രണ്ടാമത്തത് 20 ആണ്, അതുപോലെ തന്നെ 40 ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ആണ് നമുക്കവിടെ കിട്ടുക. ഓക്കെ, ദെൻ വി പി എന്ന് പറയുന്നത് വി ക്യു ബൈ 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2VP ആണ് വി ക്യു എന്ന് പറയുന്ന ടേമിലേക്ക് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കുന്നത്. ഏത് വെലോസിറ്റി ആണെങ്കിലും പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോൾ വി ക്യു ആണ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വി ക്യുവിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2VP എന്ന് കൊടുക്കാം. ഹോൾ സ്ക്വയർ ഇടാൻ മറക്കരുത്. മൈനസ് വി പി സ്ക്വയർ. ഓക്കെ, ദെൻ 2നെയും 1000നെയും കട്ട് ചെയ്ത് 500 എന്ന് എഴുതുവാനായിട്ട് സാധിക്കും. എഗെയിൻ ഈ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് 15നെയും കട്ട് ചെയ്യാം, വേണമെങ്കിൽ 15നെയും കട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ബാലൻസ് വരുന്നത് അപ്പോൾ 500, അതുപോലെ തന്നെ 2VP ഹോൾ സ്ക്വയർ, അത് 4VP സ്ക്വയർ എന്ന് എഴുതാം. അതിൽ നിന്ന് ഒരു വി പി സ്ക്വയർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3VP സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ 500 ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ 15നെയും 3യും വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 കിട്ടും. 5നെയും 500നെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 ആയിരിക്കും അവിടെ കിട്ടുക. ഓക്കെ, ദെൻ വി പി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/100 എന്നും വി പി ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 എന്നും നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ് പി എന്ന് പറയുന്ന സെക്ഷനിലെ വെലോസിറ്റി എന്ന് എഴുതാം. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഫ്ലോ ആണ്. ആ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനുള്ള വെലോസിറ്റിയാണ് ഈ വി പി. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഇക്വേഷൻ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏത് സെക്ഷനാണോ നമ്മൾ ചൂസ് ചെയ്യുക അവിടുത്തെ ഏരിയ ഇൻറ്റു ആ പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ പി ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിയിലെ ഏരിയ 40 നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ആൻസറിൽ വേണ്ടതും സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അപ്പോൾ 40 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് അങ്ങനെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. ഒപ്പം തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വെലോസിറ്റി 0.1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തേക്കുക. അപ്പോൾ 10 എന്ന് കിട്ടും. ദെൻ ഫൈനൽ ആൻസർ 400 എന്നാണ് സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് നമുക്ക് യൂണിറ്റ് എഴുതാം. ഓക്കെ, അപ്പോൾ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഇതാണ്. നമ്മുടെ ടെർമിനൽ വെലോസിറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഡെൻസിറ്റികളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. 4 ഗ്രാഫുകൾ ഇവിടെ തന്നിരിക്കുന്നു. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയും ഇവിടെ സിഗ്മ ബൈ റോ എന്ന് പറയുന്ന ടേമും തമ്മിലുള്ള ഏതാണ് കറക്റ്റ് ഗ്രാഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർക്കുക, സിഗ്മ എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡിലേക്കിട്ട ആ ഒരു മെറ്റൽ സ്പീർ, പല പല മെറ്റൽ സ്പീറുകൾ ഡ്രോപ്പ് ചെയ്ത് ടെർമിനൽ വെലോസിറ്റിനെ കുറിച്ച് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഇടുന്ന മെറ്റൽ ആ സ്പിയറിൻ്റെ ഡെൻസിറ്റിയാണ് സിഗ്മ എന്ന് തന്നിരിക്കുന്നത്. ഏതാണോ ലിക്വിഡ് ചൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഓർക്കാം. 2/9 r² g ഡിവൈഡഡ് ബൈ ഈറ്റ. ദെൻ ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ സിഗ്മ മൈനസ് റോ എന്നും നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കാം. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഇടുന്ന സ്പിയറിൻ്റെ റേഡിയസ് ആണ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഗ്രാഫിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഈ ഇടുന്ന ആ സ്പിയറിൻ്റെ ഡെൻസിറ്റിയും ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അതായത് സിഗ്മ ഈക്വൽ ടു റോ ആണെന്ന് വിചാരിക്കുക. ആ വസ്തു ഫ്ലോട്ട് ചെയ്ത് കിടക്കും, അതിലൂടെ മൂവ് ചെയ്യില്ല, ടെർമിനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇനി ഗ്രാഫിലേക്ക്, അത് സിഗ്മ ബൈ റോ ആണ് നമ്മുടെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ തന്നിരിക്കുന്നത്. അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ഇക്വേഷൻ്റെ ബ്രാക്കറ്റിൽ നിന്ന്, ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഉള്ളിൽ നിന്ന് നമുക്ക് ഒരാളെ, നമ്മുടെ റോയിനെ അങ്ങോട്ട് വെളിയിലേക്ക് ചാടിച്ചാൽ മതി, നമുക്ക് ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2/9 r² g ബൈ ഈറ്റ. അപ്പോൾ ഒരു റോയിനെ വെളിയിലേക്ക് ചാടിക്കണമെങ്കിൽ സിഗ്മ ബൈ റോ ദെൻ -1 എന്ന് നമുക്കവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു ബാക്കിയല്ല, ബ്രാക്കറ്റിൻ്റെ വെളിയിൽ കിടക്കുന്ന ടേമുകളെല്ലാം തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ സിഗ്മ ബൈ റോ എന്ന് പറയുന്ന ടേം അവിടെ കിട്ടി. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഈ സിഗ്മയും റോയും ഈക്വൽ ആണെങ്കിൽ സിഗ്മ ബൈ റോ -1 ചെയ്യുമ്പോൾ നമ്മുടെ ടെർമിനൽ വെലോസിറ്റി ഏതാണെങ്കിലും 0 ആയിട്ട് പോകും. അപ്പോൾ നമ്മുടെ ഗ്രാഫുകളിൽ നിന്ന് നോക്കുക, ഏതാണ് എക്സ് ആക്സിസിൽ 0യിലേക്ക് അല്ലെങ്കിൽ എക്സ് ആക്സിസിലേക്ക് കോയിൻസൈഡ് കിടക്കുന്നത് എന്ന് നമുക്ക് നോക്കിയേക്കുക. അത് നമ്മുടെ രണ്ടാമത്തെ ഗ്രാഫിലാണ് ആ ഒരു ടേം വന്നത്. അതുപോലെ നാലാമത്തെ ഗ്രാഫിലും ആ നാലാമത്തെ ഓപ്ഷനിലും 0 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഈ സിഗ്മ ബൈ റോ അത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ബൈ റോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് സിഗ്മയാണ് വലുത്. അതായത് ആ മെറ്റൽ സ്പിയർ അതിൻ്റെ ഡെൻസിറ്റിയാണ് വലുത് എങ്കിൽ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. താഴോട്ട് പോകുന്നതിനനുസരിച്ച് അവൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആ ഒരു വാല്യൂ, അതിൻ്റെ വാല്യൂ 0യിൽ നിന്ന് കൂടും എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഒരുപാട് സ്പിയറുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കാം. ഇനി റോയാണ് വലുതെങ്കിൽ എന്താ സംഭവിക്കുക? ഇവൻ താഴോട്ട് പോരില്ല, ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ റോ വലുതാകുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു എന്താ പറയുക, അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ തന്നെയാണ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മുടെ ആൻസർ രണ്ടാമത്തെ ഗ്രാഫാണ്. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയും നമ്മുടെ ഫ്ലൂയിഡ്സിലെ ആ രണ്ട് കൺസെപ്റ്റ്, ബെർണോളിസ് തിയറം, അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് റീനീറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. താരതമ്യേന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് എന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.